ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ന്യൂ മൂണാണ്. ന്യൂ മൂണിൽ നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയും എങ്ങനെ ഈ റിലേഷൻഷിപ്പിൽ ബാധിച്ചിരിക്കുന്നു എന്ന് നോക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ ന്യൂ മൂണിൽ എനർജി എൻ്റെ വ്യൂസിനും പേഴ്സണും അനുകൂലമായി ബാധിച്ചിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ ന്യൂ മൂൺ എൻ്റെ വ്യൂസിനും പേഴ്സണും അനുകൂലമായിട്ടൊരു റിസൾട്ട് തന്നതിന് നന്ദി പറയുന്നു. പ്ലീസ് 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 ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ ഫുൾ മൂണിൽ എൻ്റെ വ്യൂസിനും പേഴ്സണും റീയൂണിയൻ തന്നതിനായി നന്ദി പറയുന്നു. എൻ്റെ വ്യൂസിനും പേഴ്സണും റീയൂണിയൻ തന്നതിനായി നന്ദി പറയുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ ന്യൂ മൂണിൽ എൻ്റെ വ്യൂസിനും പേഴ്സണും റീയൂണിയൻ തന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഈ ന്യൂ മൂണ് എൻ്റെ വ്യൂസിനും പേഴ്സണും എനർജി പോസിറ്റീവ് ആക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, please guide me mother universe, please guide me, please guide me mother universe, please guide me, please guide me mother universe, please guide me mother universe, please guide me mother universe. ന്യൂ മൂണിലെ എനർജി എൻ്റെ വ്യൂസിനും പേഴ്സണും പോസിറ്റീവ് തരട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ ന്യൂ മൂണ് എൻ്റെ വ്യൂസിനും പേഴ്സണും പോസിറ്റീവ് കൊടുക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പോസിറ്റീവ് ഒരു റീയൂണിയൻ ആവട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. അവർക്ക് റീയൂണിയൻ കൊടുക്കട്ടെ, അവർക്ക് കോള് വരട്ടെ, അവർക്ക് മെസ്സേജ് വരട്ടെ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. അവർക്ക് കോള് വരട്ടെ, മെസ്സേജ് വരട്ടെ, അവരുടെ പേഴ്സണെ അവർക്ക് ലഭിക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ ന്യൂ മൂൺ എനർജി അവർക്ക് പോസിറ്റീവായിട്ട് വരട്ടെ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. അവരിലുള്ള എല്ലാ ബ്ലാക്ക് എനർജികളും മാറിപ്പോട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എല്ലാ ബ്ലാക്ക് എനർജിയും ഈ ന്യൂ മൂണിൽ മാറിപ്പോകട്ടെ. താങ്ക് യു മദർ യൂണിവേഴ്സ്, താങ്ക് യു. Queen of Swords, please be. Thank you. ഓക്കെ, വന്നിരിക്കുന്ന കാർഡ് പേജ് ഓഫ് വാണ്ട്, ദ സൺ, നയൻ ഓഫ് പെൻഡിക്കിൾ, ത്രീ ഓഫ് വാണ്ട്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോഡ്. അതിന് തൊട്ട് താഴെയായിട്ട് മജീഷ്യൻ. അതിന് തൊട്ട് താഴെയായിട്ട് വന്നിരിക്കുന്നത് ഫോർ ഓഫ് വാണ്ട്. ഓക്കെ, ഈ ഫുൾ മൂണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ലഭിക്കാൻ പോകുന്നത്. എല്ലാവരും ക്ലെയിം ചെയ്തോളൂ. ഫുൾ മൂണിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല എനർജിയാണ് ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, ഏഞ്ചൽ മെസ്സേജ് എന്തെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ്. ഷഫിളിങ്ങിൻ്റെ വലിയ കാർഡ് വന്നു, അത് ഷഫിൾ ചെയ്യാൻ പാടാണ്. അല്ലെങ്കിൽ വലിയ കാർഡും കൂടി വന്നു.
ഇവിടെ കണ്ടില്ലേ ഫോർ ഓഫ് വാണ്ട് വന്നില്ലേ, ടാരോ കാർഡിൽ 4 ഓഫ് വാണ്ടില്ല വന്നില്ലേ, അത് തന്നെയാണ് നിങ്ങൾക്ക് ഏഞ്ചൽ തന്നിരിക്കുന്ന ഗിഫ്റ്റ്. ഓക്കെ, സന്തോഷിച്ചോളൂ, ഭയങ്കരമായിട്ട് സന്തോഷിച്ചോളൂ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു. താങ്ക് യു മദർ യൂണിവേഴ്സ്, താങ്ക് യു മദർ യൂണിവേഴ്സ്. ഈ എനർജി എത്രയും പെട്ടെന്ന് എല്ലാ വ്യൂസിൻ്റെ പേഴ്സണിലേക്കും പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നു. മദർ യൂണിവേഴ്സ്, ഇനി നിങ്ങളുടെ ഈ ന്യൂ മൂണിൽ ഫുൾ മൂണെന്നേ വരുള്ളൂ. ഈ ന്യൂ മൂണിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്ന ഈ ന്യൂ മൂണിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്, പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്ന്. ഓക്കെ, ഇങ്ങനെ ഫീലിങ്സാണ് എനിക്ക് നിങ്ങളോടുണ്ടാകുന്ന ഫീലിങ്സ്. ഓക്കെ, ഈ ഫുൾ മൂണിൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുന്ന, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, ഈ ന്യൂ മൂണിൽ എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണ് തോന്നുന്ന ഫീലിങ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ ന്യൂ മൂണിൽ എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണ് തോന്നുന്ന റിയലി അവരുടെ സോളുകൾ തങ്ങളിൽ അവർക്ക് റിയലായിട്ട് തോന്നുന്ന ആ ഫീലിങ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. അവർക്ക് തോന്നുന്ന ഫീല്. ഓക്കെ, ഈ ന്യൂ മൂണിൽ അവർക്ക് തോന്നുന്ന ഫീല്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, വന്നിരിക്കുന്നത് 6 ഓഫ് വാണ്ട്, 4 ഓഫ് സോഡ്, ദ ടെമ്പറൻസ്, ദ ഡബിൾ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ന്യൂ മൂണിൽ ഉള്ള ഫീലിങ്സ്. ഈ ഫുൾ മൂണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോട് തോന്നുന്ന ഫീലിങ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഒന്നുകൂടി എടുക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ദീദി ठीक है, ओके ख़त्म हो गया. ओके, 2 ऑफ കപ്പാണ് ബോട്ടം ഓഫ് ദ ഡഗ് വന്നിരിക്കുന്നത്. 2 ഓഫ് കപ്പാണ്. ഓക്കെ, ക്യൂൻ ഓഫ് സോഡ്. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഏറ്റവും നല്ല സ്ട്രോങ് ആയ പേഴ്സണായി മാറിയിരിക്കുന്നു എന്ന് ചിന്തിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഒരുപാട് നോളജബിളായി, നിങ്ങളിപ്പോൾ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള വ്യക്തിയായി തീർന്നിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് അവരെങ്ങനെയൊക്കെ അറിയുന്നുണ്ട്. ചിലപ്പോൾ ഫേസ്ബുക്ക് വഴിയോ വാട്സപ്പ് വഴിയോ മറ്റാരെങ്കിലും പറഞ്ഞോ അങ്ങനെയോ നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ അവർക്ക് അറിവ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ സിംഗിൾ മദർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാദർ ആയിരിക്കാം. ഇത് കേൾക്കുന്നതോ കാണുന്നതോ ആയിട്ടുള്ളവർക്ക് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അങ്ങോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഇങ്ങോട്ടോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മാറി വരും കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും സ്പിരിച്വലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ പേഴ്സണെ മനസ്സിലായി കഴിഞ്ഞു.
നിങ്ങളിപ്പോൾ കരഞ്ഞ് വിളിച്ച് അവരുടെ പിറകെ അവരെ ചേസ് ചെയ്ത് നടക്കുന്ന വ്യക്തിയല്ല. നിങ്ങൾ ഏറ്റവും സ്ട്രോങ് ആയിരിക്കുന്നു. നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നിരിക്കുന്നു. നിങ്ങളൊരു നോളജബിളായിട്ടുള്ള വ്യക്തിയായി മാറിയിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ പോസിറ്റീവാണ്. നിങ്ങൾക്ക് ഉയർച്ചയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ വിചാരിച്ചു അവർ ഉപേക്ഷിച്ച് പോകുമ്പോഴത്തേക്ക് നശിച്ചു പോകും, അല്ലെങ്കിൽ നിങ്ങളില്ലാതായി പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങളുടെ വളർച്ചയും കാര്യങ്ങളും അവർ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾ വരുന്ന മാറ്റങ്ങൾ അവർ കാണുന്നുണ്ടായിരിക്കും. ഇത് പോസിറ്റീവായിട്ട് ഉള്ള വ്യക്തികൾക്കുള്ളതാണ്. ഇതുവരെയും ഓരോ സെൽഫ് ലവും ചെയ്ത് മൂവ് ഓൺ ചെയ്ത് നല്ല സ്ട്രോങ് ആയ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോഴും പാർട്ട്ണറിന് നെഗറ്റീവ് പറഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ് ഇടുന്ന വ്യക്തികൾക്കുള്ളതല്ല. ഓക്കെ, കാരണം നെഗറ്റീവ് കമൻസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ സോള് നിങ്ങളറിയുന്നില്ല. നിങ്ങളിവിടെ ഇരുന്ന് എല്ലാ ടാരോ റീഡറിൻ്റെയും ഇതിൽ പോയി കമൻറ്റിൽ പോയി എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നെഗറ്റീവ് കമൻറ്റ് ഇടും തോറും ആ സോള്, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ സോള് നിങ്ങൾ ആരും കാണുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ കാണുന്നില്ല എന്നുള്ള വിചാരം ഉണ്ടായിരിക്കും. പക്ഷേ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തെല്ലാം നിങ്ങളുടെ സോളുകൾ തങ്ങളെ ഒരുമിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ ആ വിദ്വേഷവും കാര്യങ്ങളെല്ലാം സോളുകൾ തങ്ങളെ അടിയോടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഉള്ള നെഗറ്റീവ് നിങ്ങളുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ സോളുകൾ തങ്ങളെ അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശാരീരികമായിട്ട് അടികൂടുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ സോളുകൾ അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഒരു വിധത്തിലും നിങ്ങൾ ഒന്ന് ചേരാൻ സമ്മതിക്കാത്ത രീതിയിൽ ഇരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന വാക്കും പ്രവൃത്തിയും കാര്യങ്ങളുമാണ്. നിങ്ങളുടെ പാർട്ട്ണറിന് നെഗറ്റീവ് കമൻറ്റ് ഇടരുത്. നിങ്ങൾ പോയി ഈ 25 പേര് ടാരോ റീഡ് കാണുന്നതെന്നൊക്കെ ഉള്ള കമൻസുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ 25-30 ടാരോ റീഡുകളുടെ അടുത്ത് പോയി നിങ്ങൾ ഓരോരുത്തടുത്ത് നിങ്ങളിങ്ങനെ നിങ്ങളുടെ കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൺ മറ്റൊരാളുടെ കൂടെയാണ്, നിങ്ങളുടെ പേഴ്സൺ മറ്റൊരാളുടെ കൂടെയാണ്. അപ്പോൾ അവിടെ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. തേർഡ് പാർട്ടി അവിടെ നിങ്ങളുടെ പേഴ്സണോടൊപ്പം സ്ട്രോങ് ആവുകയാണ്. നിങ്ങളിവിടെ ഒറ്റയാവുകയാണ്. അതാണ് നിങ്ങൾ അഫർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അങ്ങനത്തെ ഒരു കമൻറ്റ് എങ്ങും പോയി ഇടാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ അങ്ങനത്തെ ഒരു കമൻറ്റ് ഇടാനേ പാടില്ല. നിങ്ങൾ തേർഡ് പാർട്ടിയെ സ്ട്രോങ് ആക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോ നെഗറ്റീവ് പറയുമ്പോഴും നിങ്ങളെ സോളുകൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ സോളും നിങ്ങളെ സോളും തങ്ങളെ വിചാരിക്കുമ്പോൾ, അവരെക്കുറിച്ച് വിചാരിക്കുന്ന സമയത്ത് ആ സോളുകൾ തങ്ങളെ അടുക്കുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവ് പറയുമ്പോഴത്തേക്ക് അവരെ സോളും വന്ന് എന്നെക്കുറിച്ച് ഇങ്ങനെ എന്തിനാണ് പറഞ്ഞത്, നീ അല്ല തെറ്റ് ചെയ്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ എപ്പോഴും ശാരീരികമായിട്ട് അടികൂടിയില്ലെങ്കിൽ സോളുകൾ തങ്ങളിലുള്ള അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അടി ഉണ്ടാക്കാത്ത സോളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും നല്ല പോസിറ്റീവായിട്ട് ചിന്തിച്ച് എൻ്റെ പാർട്ട്ണർ എന്നിലേക്ക് തിരിച്ചു വരും എന്ന് ചിന്തിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ന്യൂ മൂണിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എനർജി എന്തായിരുന്നു യൂണിവേഴ്സിൽ നിന്ന് വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പാർട്ട്ണർ ഉറച്ച ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. നിങ്ങളിലേക്ക് വരിക, നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുക. ഓക്കെ, മറ്റുള്ളവരടുത്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിന് മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളതല്ല, ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറെ ഞാൻ കാണാൻ പോകുന്നു, എനിക്ക് എൻ്റെ പാർട്ട്ണറുമായിട്ട് ജീവിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള ഉറച്ച തീരുമാനമാണ്. അവരുടെ തീരുമാനത്തിന് മുമ്പിൽ മറ്റൊരാൾക്കും ഒരു എതിർ അഭിപ്രായമില്ലാത്ത രീതിയിലുള്ള തീരുമാനമാണ് അവരെടുക്കാൻ പോകുന്നത്. ഓക്കെ, അവർക്കുള്ള മെസ്സേജ് എല്ലാം യൂണിവേഴ്സ് അവർക്ക് അയച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഉറച്ച മനസ്സോടു കൂടിയാണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരാനുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. അടുത്തത് പേജ് ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് ആണ് ആ കാർഡും കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണോ ഇനി നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയന് വരാൻ പോകുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങൾ മുഴുവനും അതിജീവിക്കാൻ തയ്യാറായി തന്നെയാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ പാർട്ട്ണർ നോക്കുന്നത്. നിങ്ങളെ തന്നെയാണ് നോക്കുന്നത്. ലൈഫിൽ മറ്റൊന്നിനോടും അവർക്കിപ്പം താല്പര്യമില്ല. നിങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളത് നഷ്ടപ്പെട്ടത് ഏറ്റവും വലിയ വിലമതിക്കാനാവാത്ത ഒന്നാണ് എന്ന് അവർ തിരിച്ചറിയുന്നു. അവരിപ്പം എങ്ങനെയും നിങ്ങളിലേക്ക് എത്തുക എന്നുള്ള ഒറ്റ തീരുമാനത്തിലാണ് നിൽക്കുന്നത്. അവർക്ക് അതിനുള്ള വിശ്വാസവും കോൺഫിഡൻസും ഉണ്ട്. സ്പിരിച്വൽ ഗൈഡൻസിൽ നിന്ന് അവർക്ക് ഇൻസ്പിറേഷനും കാര്യങ്ങളും ഒക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അവരും ഏതെങ്കിലും രീതിയിലുള്ള ഗൈഡൻസ് അവർക്ക് ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലോ
മറ്റു ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ടാരോ റീഡും കാര്യങ്ങളൊക്കെ നോക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അവർക്കും ഗൈഡൻസ് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്നുള്ള വ്യക്തിയെ എങ്ങനെ സ്വന്തമാക്കും? പക്ഷെ നിങ്ങൾ എന്തായാലും അവരെക്കാളും ഉയരത്തിലെത്തി എന്നവർ ചിന്തിക്കുന്നുണ്ട്. സ്പിരിച്വൽ ആയാലും ശരി തന്നെ, മറ്റെന്തെങ്കിലും തലത്തിലാണെങ്കിലും അവരെക്കാളും ഉയരത്തിലെത്തി. അവരിപ്പോൾ നിങ്ങളെ തല ഉയർത്തി നോക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ വളർന്നിരിക്കുന്നു എന്ന് അവർ ചിന്തിക്കുന്നു. ഓക്കെ, അവർക്ക് ഒരുപാട് സ്ട്രഗിളുകൾ കടന്നു പോകാനുണ്ട്. നിങ്ങളുടെ അടുത്തോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ട്. എങ്കിൽ പോലും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് ഒരു ചിന്തകളും ഇല്ല. അടുത്തത് 3 ഓഫ് വാണ്ട് ആണ്. അവർക്ക് ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതിന് വേണ്ടി അവർ ഒരുപാട് പ്ലാനിങ് ചെയ്യുകയാണ്. അവരുടെ ലൈഫിൽ മറ്റെന്തെങ്കിലും 2-3 ആൾക്കാർ ചേർന്ന് നിന്നുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾക്കൊന്നും യാതൊരു വിലയും അവർ ഇനി കൽപ്പിക്കുന്നില്ല. ഇത്രയും നാൾ കൽപ്പിച്ചിരുന്നായിരിക്കും, അവരെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളായിരിക്കാം. ആരൊക്കെ തന്നെ ഇരുന്നാലും അവരെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളൊരു ചിന്തയുമായിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, അവരുടെ മുമ്പിൽ നിങ്ങളിലെത്താൻ വേണ്ടിയിട്ട് അവർ ഇമോഷണലായിട്ട് തന്നെ ഒരുപാട് ഈ ഒരു ന്യൂ മൂണിൽ അവർ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് തന്നെ എന്തൊക്കെ ജീവിതത്തിൽ നിങ്ങളുമായിട്ട് നടന്ന കാര്യങ്ങളെല്ലാം, നിങ്ങളുമായിട്ട് നടന്ന സംഭവങ്ങൾ, അവരെ സന്തോഷിപ്പിച്ച നിമിഷങ്ങൾ എല്ലാം അവർ ഓർക്കുകയാണ്. അവരത്രയ്ക്ക് സ്ട്രോങ് ആയി കഴിഞ്ഞു. അവരുടെ ആ ഡ്രസ്സിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞാൽ അവർ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ലൈഫിലുണ്ടെങ്കിൽ, ലവ് തേർഡ് പാർട്ടി തന്നെ ആകണമെന്നില്ല, മറ്റേത് തരത്തിലുള്ളതായെങ്കിലും ശരി തന്നെ, അവയെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളെന്നുള്ളൊരു വ്യക്തിയിലേക്ക് കടന്നു വരാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. 9 ഓഫ് പെൻറ്റിക്കിൾ, ഇതുവരെ ജീവിച്ചതിൽ നിന്ന് ഏറ്റവും സന്തോഷമായ ഒരു ജീവിതം നിങ്ങൾക്ക് തരണമെന്ന്, നിങ്ങളെ ഒരു രാജകുമാരിയെ പോലെ അല്ലെങ്കിൽ ഒരു രാജാവിനെ പോലെ വാഴിക്കണമെന്നും അവർ ചിന്തിക്കുകയാണ്. ഇനി നിങ്ങളുമായിട്ട് ഒരു വിവാഹം കഴിച്ച വ്യക്തികളാണ് അകന്നു പോയിരിക്കുന്നത്, അവരുടെ റിലേഷനാണ് തകർന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഒരു ജോയിൻ്റ് വന്നതിന് ശേഷം നിങ്ങളിലൊരു ഫെർട്ടിലിറ്റി, ഒരു കുഞ്ഞിനെ, ഒരു പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. ജീവിതം ഇനി സ്റ്റേബിളായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം, ഗ്രോത്ത് വേണം, ജീവിതത്തിൽ ഗ്രോത്ത് വേണം. ഇതുവരെ നടന്നതുപോലെയല്ല, എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സൺ കാരണം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി എന്നുള്ള കാര്യങ്ങളും, നിങ്ങൾ സഹിച്ച ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങൾ ജീവിച്ച ജീവിതത്തെ ഓർത്തിട്ട് ചിലപ്പം മക്കളെ ഉപേക്ഷിച്ച് പോയ ആൾക്കാരായിരിക്കും. മക്കളും വൈഫ് ഹസ്ബൻഡ് അങ്ങനെയൊക്കെ മക്കൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉപേക്ഷിച്ച് പോയ വ്യക്തികളാണെങ്കിൽ ആ സാഹചര്യത്തിലേക്ക് മക്കളെയും വൈഫിനെയൊക്കെ ഓർത്തിട്ട് അവർ തിരിച്ചു വരികയാണ്. ഓക്കെ, ഏത് തേർഡ് പാർട്ടിയുടെ പിറകെ പോയിരുന്നാലും ശരി തന്നെ അവർക്ക് അവിടെ ഒരു സ്വസ്ഥതയും സമാധാനവും ലഭിച്ചിരുന്നില്ല. അവർക്ക് ഡിവൈൻ അവരെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അവർക്ക് ഒരു സമാധാനം അവിടെ കിട്ടിയിരുന്നിട്ടില്ല. അപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. തൻ്റെ കുഞ്ഞിനെ കാണാനായിരുന്നാലും ശരി തന്നെ, വൈഫിനെ കാണാനായിരുന്നാലും ശരി തന്നെ അവർ തിരിച്ചു വരികയാണ്. അവരുടെ മക്കളെ പൊന്നെപ്പോലെ നോക്കുന്ന വൈഫായാലും ഹസ്ബൻഡായിരുന്നാലും അവരോട് മാപ്പ് പറഞ്ഞ് മനസ്സുകൊണ്ട് മാപ്പ് പറഞ്ഞ് അവർ തിരിച്ചു വരികയാണ്. അവരിപ്പം വലിയൊരു സ്റ്റാറായിട്ട് അല്ലെങ്കിൽ ഒരു റാണിയായിട്ട്, ഒരു ഏതിനും ഒരു അധികാരമുള്ള അത്രയും റെസ്പെക്റ്റായിട്ട് അവർ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ ഏത് സിറ്റുവേഷനിൽ പോയിരുന്നാലും നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തി അല്ലെന്നും, നിങ്ങൾ ഏറ്റവും നല്ലൊരു ബഹുമാനിക്കാൻ തക്കവണ്ണം അവർക്ക് അങ്ങനെ ഒരു വ്യക്തിയെ അവർക്ക് കിട്ടേണ്ടതല്ലെന്നും, എന്നിട്ട് ദൈവം തന്ന ഒരു ഗിഫ്റ്റായിട്ട് പോലും നിങ്ങളെ അവർ അത്ര വാല്യൂയോടുകൂടി കണ്ടില്ല എന്നൊക്കെ അവർ ഈ ഒരു ന്യൂ മൂൺ സമയത്ത് അവർ ചിന്തിക്കുന്നുണ്ട്. അടുത്ത വന്നിരിക്കുന്നത് സണ്ണാണ് വന്നിരിക്കുന്നത്. നമ്പർ 1 കാർഡാണ് സൺ. ഡിവൈൻ്റെ പൂർണ്ണ ശക്തിയും ധരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ നെഗറ്റിവിറ്റിയെയും, എല്ലാ ഡെവിൾ പ്രവൃത്തികളെയും അവർ വലിച്ചെറിഞ്ഞുകൊണ്ടാണ്, ഡിവൈൻ്റെ സഹായത്തോടെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് കുതിരപ്പുറത്ത് വരുന്നത്. കുതിരപ്പുറത്തെന്ന് പറയുന്നത് അത്രയും ശക്തിയുള്ള ഒരു ഡിവൈനെയാണ് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധമായിട്ടുള്ള വെള്ള കളറാണത്. അപ്പം ഡിവൈനിൽ നിന്ന് വരുന്ന സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഡിവൈനെ സൂചിപ്പിക്കുന്നതാണിത്. അത്രയും ശക്തിയോടെയുള്ള അതിൽ കയറിയാണ് വരുന്നത്. ഓക്കെ,
വളരെ സന്തോഷത്തിലാണ്. ആ ഒരു കുഞ്ഞിനെ നോക്കി സൂം ചെയ്ത് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. വളരെ സന്തോഷത്തിലാണ് അതിലിരിക്കുന്നത്. ഓക്കെ, ആ വ്യക്തി ഒരു കുഞ്ഞിനെ പോലെ ഒരു കുഞ്ഞിനെ പോലെ ആയി, അത്രയും സന്തോഷത്തിൽ നിങ്ങളെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള കാര്യങ്ങളിലായി. ഓക്കെ, അവർ വലിച്ചെറിഞ്ഞിരിക്കുന്നത് ഡെവിളിൻ്റെതായിട്ടുള്ള എല്ലാ ചിന്തകളും, എല്ലാ കണ്ണുകളും അവർ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. എല്ലാ പ്രവർത്തികളും അവർ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അത് അവരായിട്ടല്ല വലിച്ചെറിഞ്ഞിരിക്കുന്നത്, ഡിവൈൻ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്, നിങ്ങളിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഇത്രയും നാളും നിങ്ങളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഡെവിള് മൂടിയിട്ടിരുന്ന ഒരു പർദ്ദയാണ്. പർദ്ദ എന്ന് വെച്ചുമ്പോഴത്തേക്ക് തുണിയാണ്. ഓക്കെ, അതൊരു തുണിയാണ് ഇപ്പോൾ വലിച്ച് മാറ്റിയിരിക്കുന്നത്. ആ സണ്ണ് വന്നതോടുകൂടി, ജീവിതത്തിൽ സണ്ണ് ഉദിച്ചതോടുകൂടി അത് മാറിയിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ കണ്ണുനീര് എത്രത്തോളം ഡിവൈനിലേക്ക് മാറിയോ, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം കരഞ്ഞ് പ്രാർത്ഥിച്ചോ, ആ പ്രാർത്ഥനകളിലെല്ലാം ഡിവൈൻ നിങ്ങൾക്ക് ഉത്തരം തന്നിരിക്കുകയാണ്. നിങ്ങൾ കരഞ്ഞത് നിർത്തി എന്ന് നിങ്ങൾ സന്തോഷിക്കാൻ തുടങ്ങി, അന്ന് മുതൽ ഡിവൈനും സന്തോഷിക്കാൻ തുടങ്ങി, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഡെവിള് മാറിയെങ്കിൽ നിങ്ങൾ കരയാതിരിക്കുന്ന സമയത്ത് മാത്രമേ ഡെവിള് നിങ്ങളെ അടുത്തുനിന്ന് മാറുള്ളൂ. നിങ്ങൾ കരയുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് നിൽക്കുന്നത് ഡെവിളാണ്. നിങ്ങളെക്കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒരു വ്യക്തി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും മാലാഖയല്ല അടുത്ത് വരുന്നത്. ആ സമയത്ത് ഡെവിളാണ്. അവരെക്കൊണ്ട് എന്തും ചെയ്യിപ്പിക്കും. മാനസികമായി തളർത്തിയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പം ആ ഒരു മാനസിക സമയത്ത് ഡെവിളാണ് നമ്മളെ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. സമൂഹത്തിൽ നടക്കുന്ന എന്ത് ഒരു തെറ്റായ ചിന്തകൾ നടക്കുന്നത് ഏത് സമയത്താണ്. ഇതുപോലെ വിഷമം വന്ന് കരഞ്ഞിരിക്കുന്ന സമയത്ത്, ആരും സന്തോഷത്തോടെ ചിരിച്ചിരിക്കുന്ന സമയത്ത് ആരും ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. കാരണം ഈ കരഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദുഃഖമുണ്ടോ, ആ ദുഃഖമായിട്ടിരിക്കുന്ന സ്ഥലത്ത് ഡെവിളാണ് വരുന്നത്, ഒരിക്കലും മാലാഖ വരത്തില്ല. അപ്പം ഏഞ്ചൽ വരണമെങ്കിൽ എന്ത് വരണം? നിങ്ങൾ ചിരിച്ചിരിക്കണം, ചിരിച്ച് സന്തോഷിച്ച്. ശരിയാ, നിങ്ങൾക്ക് ദുഃഖമുള്ള സമയത്ത് എങ്ങനെ ചിരിക്കുമെന്ന് ചോദിക്കും. പക്ഷെ നിങ്ങൾ അതിന് പണിയപ്പെടണം, അതിന് ട്രൈ ചെയ്യണം. നിങ്ങൾ ആ ഒരു ചുമ്മാതെ ഇരിക്കുന്ന സമയത്താണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ, വെറുതെ ഇരിക്കുന്ന ഹൃദയം പിശാചിൻ്റെ എന്തോ അങ്ങനെയുള്ളൊരു ഇതുണ്ട്. പിശാചിൻ്റെ പണിപ്പുരയാണെന്ന് പറയും. വെറുതെ ഇരിക്കുന്ന ഹൃദയം എപ്പോഴും പിശാചിൻ്റെ പണിപ്പുരയാണ്. ചുമ്മാ ഓരോ ചിന്തകളാൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ പണിപ്പുര നിങ്ങൾ ഉണ്ടാക്കി വെക്കാതെ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ബിസി ആവാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ, നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് മാത്രം പറയരുത്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എപ്പോഴെങ്കിലും കാണും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ആക്കുക. അങ്ങനെ ആക്കുമ്പോൾ മാത്രമേ ഡിവൈന് നിങ്ങളുമായിട്ട് ഇടപെടാൻ കഴിയുകയുള്ളൂ. എപ്പം നിങ്ങൾ കണ്ണുനീര് തുടയ്ക്കുന്നോ അന്ന് ആ ഒരു നിമിഷം തൊട്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിന്ന് നെഗറ്റിവിറ്റി മാറ്റി വരുന്നു, ആ സമയം തൊട്ട് ഡിവൈൻ നിങ്ങളിൽ ഇടപെടും. ഡിവൈൻ കൈ പിടിച്ച് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ഡിവൈൻ്റെ അനുഗ്രഹ പ്രകാശം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഒരു സൂര്യൻ പോലെ എത്ര തേജസ്സോടെയാണ് ആ സൂര്യൻ വന്നിരിക്കുന്നത്. ആ മുഖത്ത് സന്തോഷം നോക്കി, ആ ഒരു മുഖത്ത് ആയിരുന്ന നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിങ്ങളുടെ ചിരിയാണ് അവിടെ കാണുന്നത്. ആ സൂര്യൻ്റെ മുഖത്ത് നിങ്ങൾ സന്തോഷിക്കുന്ന നിമിഷമാണോ. നിങ്ങൾ കരഞ്ഞിരിക്കുന്ന ഒരു വ്യക്തികൾക്കും ഇത് റെസനേറ്റ് ആവത്തില്ല. കരഞ്ഞ് വിഷമിച്ച് പേഴ്സണൽ നെഗറ്റീവ് എഴുതിയിരിക്കുന്ന ഒരു വ്യക്തികൾക്കും ഇത് റെസനേറ്റ് ആവത്തില്ല. ഇത് എന്തായിരുന്നാലും എനിക്ക് 100% വിശ്വാസമുണ്ട്. ഈ ഒരു നിമിഷം സന്തോഷമായിട്ട് നിൽക്കുന്ന ഏത് വ്യക്തിയാണോ ആ വ്യക്തിയുടെ പേഴ്സൺ അവരിലേക്ക് തിരിച്ച് വന്നിരിക്കും. ഒരു 3 ദിവസത്തിനകം എനിക്ക് കമൻറ്റും ഇത് വന്നു എന്നുള്ളതിൻ്റെ കമൻറ്റും ഈ 3 ദിവസത്തിനകം തന്നെ എനിക്ക് ലഭിക്കുകയും ചെയ്യും. അത്രയ്ക്ക് എനർജി പാസ്സാവുന്നുണ്ട്. അഥവാ ഇതുവരെയും നിങ്ങളിൽ നിന്ന് നെഗറ്റിവിറ്റി മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോഴും കരഞ്ഞിട്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഈ ഒരു നിമിഷം നിർത്തിക്കോ. ഇന്നുള്ള ഒരു ന്യൂ മൂണിൻ്റെ എനർജി നിങ്ങൾ എടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ കരയത്തില്ല, നിങ്ങളുടെ പേഴ്സണൽ നെഗറ്റീവ് പറയത്തില്ല എന്ന് ചിന്തിച്ച് നെഗറ്റീവ് കമൻറ്റ് ഒരു ടാരോ റീഡറിൻ്റെ പോയി ഇടത്തില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ നിശ്ചയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പോസിറ്റിവിറ്റി വരും. നിങ്ങൾ ആവർത്തിച്ച് നിങ്ങളുടെ പേഴ്സണെ കുറ്റം പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണും അറിയത്തില്ല, നിൽക്കുന്ന തേർഡ് പാർട്ടി ഒന്നും അറിയത്തില്ല. ആ നെഗറ്റീവ് മൊത്തം നിങ്ങളുടെ തലച്ചോറ് തിന്ന് നിങ്ങളുടെ സമാധാനം കളഞ്ഞ് നിങ്ങളെ ഉറക്കം കളഞ്ഞ് നിങ്ങളുടെ കണ്ണുനീര് വന്ന് നിങ്ങൾ ഫുഡ് കഴിക്കാതെ ഇരിക്കുന്നതല്ലാണ്ട് നിങ്ങളുടെ പേഴ്സണോ നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് യാതൊന്നും വരത്തില്ല. അവർ ഹാപ്പി ആയിട്ട് നടക്കത്തേ ഉള്ളൂ. നിങ്ങൾക്കാണ് നെഗറ്റീവ് വരുന്നത്. അപ്പം നിങ്ങൾ നെഗറ്റീവ് ആയിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന എങ്ങും കേൾക്കത്തില്ല, നിങ്ങളിലേക്ക് ഒരു പ്രകാശവും വരത്തില്ല. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോസിറ്റീവ് ആവാൻ ശ്രമിക്കുക.
പോസിറ്റീവ് ആവണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ചുള്ള നെഗറ്റീവ് സ്റ്റോപ്പ് ചെയ്യുക. ജീവിതത്തിൽ ഇതുവരെ വന്നത് ഒരു പാഠമായി കണ്ട് നമുക്ക് വന്നത് ഓക്കെ ശരിയാണ്, ഒരു പാഠമാണ്. ആ പാഠത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് അവർ പഠിച്ചിട്ട് വരട്ടെ. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളിൽ നിന്നും അവർക്ക് മനസ്സിലാവാതെ അവർ പോയെങ്കിൽ അവർ കാർമിക് സിറ്റുവേഷനിലോട്ടാണ് പോയത്. അപ്പോൾ അവർ പോയി ആ പാഠം പഠിച്ചിട്ട് നിങ്ങളിലേക്ക് വരട്ടെ. നിങ്ങളുടെ സ്നേഹം എന്തെന്നും നിങ്ങൾ എത്രത്തോളം അവരെ കെയർ ചെയ്തു എന്നുള്ള ഒരു അളവുകോലാക്കി തന്നെ നിങ്ങൾ കാണുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അത് ആഗ്രഹിക്കാത്തവർക്ക് മൂവ് ഓൺ ചെയ്യാം, അത് നോ പ്രോബ്ലം. ഓക്കെ, നിങ്ങളിലേക്ക് വന്നാൽ സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ള കാര്യവും നിങ്ങളിൽ തന്നെയാണ്. ചോയ്സ് എല്ലാം നിങ്ങളിൽ തന്നെയാണ്. എന്തായാലും ഡിവൈൻ തന്നിരിക്കുന്ന മെസ്സേജ്, യൂണിവേഴ്സ് മദർ തന്നിരിക്കുന്ന മെസ്സേജ് തന്നെ 4 ഓഫ് വാണ്ടാണ്. നിങ്ങളടുത്ത് സന്തോഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഓഫ് വാണ്ടാണ്. നിങ്ങളടുത്ത് സന്തോഷിക്കുക. നിങ്ങൾ ഏഞ്ചലിനും ഡിവൈനും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കും. മദർ യൂണിവേഴ്സിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ സമാധാനവും നിങ്ങളുടെ മനഃശാന്തിയും എല്ലാം നിങ്ങൾ കൊണ്ടുപോകാം. നിങ്ങൾ സമാധാനത്തിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ഡിവൈനോട് താങ്ക്സ് പറ. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും. നിങ്ങളുടെ ഒരു കാര്യം ചെയ്യാമോ, ഇത് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തോ. ജസ്റ്റ് ഞാൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ച് വരാൻ വേണ്ടി ഒരു പോസിറ്റീവ് ഒരു ചെറിയൊരു ഹോംവർക്കാണ്. ഒരു മാസം ഇതുവരെ പോസിറ്റീവ് ആവാൻ കഴിയാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഒരു മാസത്തേക്ക് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണം. ഒരു ചെടി വാങ്ങുക. ഒരു ചെടി വാങ്ങിച്ച് നിങ്ങൾ അതുകൊണ്ട് നല്ലൊരു വൃത്തിയുള്ളൊരു സ്ഥലത്ത് നട്ട് നനയ്ക്കുമ്പോഴത്തേക്കും അതിനെ ഡിവൈനായിട്ടും അല്ലെങ്കിൽ യൂണിവേഴ്സ് മദറായിട്ട് അതിനെ സങ്കല്പിച്ച് വേണം നടാൻ. അതിൽ നിങ്ങൾ വെള്ളം ഒഴിക്കണം. എന്നും വെള്ളം ഒഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള ഒരു 10 പോസിറ്റീവ് കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നിട്ടുള്ള 10 പോസിറ്റീവ് കാര്യങ്ങൾ ആ ചെടിയിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് എൻ്റെ പേഴ്സൺ എനിക്ക് ഫോൺ ചെയ്തിരുന്നു, എൻ്റെ പേഴ്സൺ എന്നെയും കൊണ്ട് പോയിരുന്നു, എനിക്ക് വസ്ത്രം വാങ്ങിച്ച് തന്നിരിക്കുന്നു, എനിക്ക് ആഹാരം വാങ്ങിച്ച് തന്നു. അങ്ങനെ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള അതൊന്നും തന്നിട്ടില്ലെങ്കിലും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വിലയേറിയ സമയം സ്പെൻഡ് ചെയ്തു. അത് ഒരു 10 ഉണ്ടോ അല്ലെങ്കിൽ ഒരെണ്ണേ ഉള്ളോ, അതൊരു 10 പ്രാവശ്യമെങ്കിലും പറയണം. അതൊരു 10 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ ആ ചെടിക്ക് ദിവസവും രാവിലെയും വൈകിട്ടും പോസിറ്റീവോടുകൂടി സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാൻ പറ്റുമോ ഒരു മാസത്തേക്ക്? അത് കഴിഞ്ഞതിന് ശേഷം നേരെ വന്നിട്ട് പേഴ്സൺ ഇതുപോലെ തേർഡ് പാർട്ടിയുടെ ആണ് അങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിനൊരു ഫലവും കിട്ടത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ട് ആ സമയം തൊട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഒരു മാസം ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ആ ഒരു മാസം നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് ആകുമെന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പോൾ ഈ ന്യൂ മൂണിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കാർഡ് എടുത്തിരുന്നു. അതിൽ വന്നിരിക്കുന്ന കാർഡ് ദ ഡെവിൾ, 4 ഓഫ് സോഡ്, 6 ഓഫ് വാണ്ട്, ദ ടെമ്പറൻസ്. ഈ ന്യൂ മൂണിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരുപാട് നിങ്ങളോട് പ്രണയം തോന്നുകയാണ്. നിങ്ങളെ കാണണമെന്നും നിങ്ങളെ അടുത്ത് ഒന്നിരിക്കണമെന്നും ഒക്കെ ഉള്ള രീതിയിൽ ഒരുപാട് പ്രണയവും കാര്യങ്ങളും തോന്നുകയാണ് ഈ ന്യൂ മൂൺ സമയത്ത്. ആ എനർജി അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാടുണ്ട്. ആ കാർഡ് തന്നെ നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കാം. ആ കാർഡിൽ തന്നെ ഒരു പാമ്പുണ്ട്. ആ പാമ്പ് തേർഡ് പാർട്ടി ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആ തേർഡ് പാർട്ടി ആയിരുന്നു നിങ്ങളുടെ പേഴ്സണെ ഇതുവരെയും ചുറ്റി വരിഞ്ഞ് വെച്ചിരുന്നത്. ആ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ വിട്ട് നിങ്ങളുടെ പേഴ്സൺ ആ തേർഡ് പാർട്ടിയെ വിട്ട് നിങ്ങളിലേക്ക് തിരിച്ച് വന്നിരിക്കുകയാണ്. ഓക്കെ, അതിൽ തന്നെ നമ്മൾ മുകളിലോട്ട് നോക്കിയാൽ നമുക്ക് കാണാം ഒരു സ്പൈഡറിൻ്റെ വലകൾ ഒരു വലയ്ക്കകത്തായിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഇതുവരെയും. നിങ്ങളുടെ പോസിറ്റിവിറ്റി കാരണം അതെല്ലാം മാറി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് അടുപ്പിച്ചത് ഡിവൈനാണ്. ഓക്കെ, ആ സ്പൈഡറിൻ്റെ അകത്ത് തന്നെ ഒരുപാട് കിളികളൊക്കെ അതിൻ്റെ അകത്ത് കുടുങ്ങി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ കുടുക്കിയിട്ടിരിക്കുകയായിരുന്നു നിങ്ങളുടെ പേഴ്സണെ അതിൻ്റെ അകത്ത് കുടുക്കിയിട്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ഫ്രീ ആയി നിങ്ങളിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അതിന് നിങ്ങൾ ഡിവൈനോട് യൂണിവേഴ്സ് മദറിനോടും ഒക്കെ നിങ്ങൾ താങ്ക്സ് പറഞ്ഞ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ തന്നെ പറയണം, എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വന്നതിന് ഞാൻ നന്ദി പറയുന്നു എന്ന് തന്നെ പറയണം.
വരുന്നതിനല്ല, വന്നു കഴിഞ്ഞു. നിങ്ങൾ എല്ലാം വന്നു കഴിഞ്ഞതുപോലെ ചിന്തിക്കണം. ഓക്കെ, വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് പോസിറ്റീവല്ല, അത് വരുന്നതേ ഉള്ളൂ. പക്ഷെ വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് പോസിറ്റീവായി കഴിഞ്ഞാൽ അതിന് നന്ദി പറയുക. 4 ഓഫ് സോഡ് നിങ്ങളോട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ഓർക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് ഈ ഒരു ന്യൂ മൂണ് അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഇടയ്ക്ക് നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള താല്പര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളോടുള്ള കാണിച്ചത് നിങ്ങളെ നഷ്ടമായല്ലോ, നിങ്ങൾ കൂടെ ഇല്ലല്ലോ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, നിങ്ങൾ എത്രയും വേദനിപ്പിച്ചല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നിങ്ങളുടെ പേഴ്സൺ സ്വയം വേദനിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് വേദനിച്ച് ചെറുതായിട്ടൊക്കെ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതല്ല ഫീമെയിലാണെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പം അഡിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ലഹരി മാത്രമായിരിക്കത്തില്ലല്ലോ അഡിഷൻ. ഇതുപോലെയുള്ള കാർഡുകൾ നോക്കിയിട്ടാണെങ്കിലും നിങ്ങളുടെ പേഴ്സണ് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇതുപോലെ ഏതെങ്കിലും കാർഡുകൾ നോക്കുന്നുണ്ടായിരിക്കും. ടാരോ കാർഡ് ഇങ്ങനെ അഡിക്റ്റായി നോക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും രാവിലെ തൊട്ട് വൈകിട്ട് വരെ. അടുത്തത് വന്നിരിക്കുന്നത് 6 ഓഫ് വാണ്ടാണ്. നിങ്ങളിലേക്ക് വരണമെന്നും നിങ്ങളെ തിരിച്ച് കൊണ്ടുവരണമെന്നും എല്ലാവരെയും അത് കാണുമ്പോൾ മനസ്സിലാവും. ഒരു കല്യാണ ചടങ്ങ് പോലെയാണ് അല്ലേ? വധുവിനെ വരൻ വരുന്നു, വധുവിനെ സ്വീകരിച്ച് കൊണ്ടുപോകാൻ വരുന്നത് പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെന്നും നിങ്ങളെ സ്വീകരിച്ച് കൊണ്ടുപോകണമെന്നും ഈ ന്യൂ മൂണിൽ അവരാഗ്രഹിക്കുകയാണ്. അവരുടെ ആഗ്രഹമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അവരുടെ മനസ്സിലെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങളെ സ്വീകരിച്ച് കൊണ്ടുപോകണമെന്നും എല്ലാവരെയും കൂട്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് എല്ലാവരും അറിയിച്ച് നിങ്ങളെ കൊണ്ടുപോകണം. എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്യണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ടെമ്പറൻസ് വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഇമോഷണലായിട്ട് തലകുനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ അവർക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള ഒരു ഗട്ട്സും ഇല്ല. കാരണം അവരത്രയ്ക്ക് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും നല്ല സ്നേഹമായ നിങ്ങളെ അവർ ഒരുപാട് വേദനിപ്പിച്ചു എന്നുള്ളതിൽ അവർ കുറ്റബോധത്താൽ തല കുനിച്ച് വെച്ചിരിക്കുകയാണ്. അവരുടെ പുറകുവശത്ത് നിന്ന് അവർക്ക് സണ്ണ് വരുന്നുണ്ട്. പക്ഷേ അതവർ ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് എത്രയും സണ്ണ് നിങ്ങളുടെ മറ്റേ ടാരോ റീഡിൽ തന്നെ സണ്ണ് വന്നു കഴിഞ്ഞു. എത്രയും നല്ല പ്രകാശ യൂണിവേഴ്സ് ഇങ്ങനെ അത്രയും സപ്പോർട്ടോടു കൂടി വരെയാണ്. ഓക്കെ, അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം തന്നെ കണ്ടില്ലേ? ഒരു നല്ല വെളുത്ത വെള്ളം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരെയാണ്. ഓക്കെ, നിങ്ങളിലേക്ക് ഡിവൈൻ്റെ ആ ഒരു അനുഗ്രഹങ്ങളാണ് ഈ ഒഴുകി വരുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് വിഷമത്തിലാണെന്നും നിങ്ങൾ അവർക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞെന്നും ഒക്കെ അവരില്ലാതെ ഒരു നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത വ്യക്തിയായിരുന്നു നിങ്ങളെന്നും നിങ്ങളിപ്പോൾ ഒരുപാട് മാറിയെന്നും ഒക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം ഒരു നിമിഷം പോലും അവരുടെ കോളോ അല്ലെങ്കിൽ അവരുടെ കോളില്ലാണ്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു. അല്ലെങ്കിൽ ഒരു നിമിഷം പോലും അവരുമായിട്ടുള്ള ഒരു ചിന്തയില്ലാതെ നിൽക്കാൻ പറ്റാതിരുന്ന വ്യക്തിയായിരുന്നു നിങ്ങളെന്നും അവർ പിരിഞ്ഞു പോയ സമയത്ത് നിങ്ങൾ എന്തുമാത്രം വിഷമിച്ച് കാണുമെന്നും നിങ്ങളുടെ വിഷമത്തെയൊക്കെ അവർ ഈ ഒരു നിമിഷത്തെ ഓർക്കുന്നു. ഓക്കെ, കഴിഞ്ഞു പോയ ആ സിറ്റുവേഷനെയാണ് അവർ ഈ ഒരു സമയത്ത് ഓർത്തത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എത്രയും സ്ട്രോങ് ആയിരിക്കുന്നുവെന്നും നിങ്ങൾ സ്പിരിച്വലായിട്ട് ഒരുപാട് മുന്നേറിയിരിക്കുന്നെന്നും ഒക്കെ അവർക്ക് മനസ്സിലായി. സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടി മുന്നോട്ട് പോയ വ്യക്തികൾക്കുള്ളതാണ്. ഇനി ഈ ന്യൂ മൂണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ചില ചിന്തകൾ, ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്ന ചില ചിന്തകളാണ് ഈ ന്യൂ മൂണിൽ. ചില വ്യക്തികൾ, എൻ്റെ വ്യൂവേഴ്സിൽ ചില വ്യക്തികൾ 2 ഓഫ് വാണ്ടിൻ്റെ ഒരു എനർജിയിലാണ് കാണുന്നത്. കാരണം അവർക്ക് എന്ത് ചെയ്യണം, എന്ത് സെലക്ട് ചെയ്യണം, ഞാൻ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ, പേഴ്സൺ തിരിച്ച് വരുമോ വരത്തില്ലേ, എന്താണ് ചെയ്യേണ്ടത്, അത് മൂവ് ഓൺ ചെയ്യണോ, ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളാണ് ഈ ഒരു അവസ്ഥയിൽ നിൽക്കണോ, പേഴ്സൺ തിരിച്ച് വരുമോ, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമോ? കാരണം ടാരോ റീഡുകാർ മൊത്തവും നിങ്ങൾ നോക്കുമ്പോഴെല്ലാം ന്യൂ ബിഗിനിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുക അപ്പോൾ ഇന്ന് നിൽക്കാം, അല്ലെങ്കിൽ 2 ദിവസം ഒരു 2 ദിവസവും കൂടി നിൽക്കാം, അല്ലെങ്കിൽ ഒരാഴ്ചയും കൂടി നിൽക്കാം. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നിങ്ങൾക്കിതൊന്നും മനസ്സിലാവുന്നില്ല, പേഴ്സണെ കാണുന്നില്ല. ടാരോ റീഡുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യൂ ബിഗിനിങ് ആണ്, ഇപ്പോഴും വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങളുടെ ഈ ജഗ്ലിങ് സിറ്റുവേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. നിൽക്കണോ അതോ പോകണോ, ഒന്നും വയ്യാത്ത, മൂവ് ഓൺ ചെയ്യാനും വയ്യ. എന്നാൽ പേഴ്സൺ വരുമ്പോഴത്തേക്ക് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാലോ അതും പറ്റത്തില്ല. അപ്പം
പേഴ്സണെയാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പ്രണയം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നെഗറ്റിവിറ്റിയാണ് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത്, പിരിച്ചു നിർത്തിയിരിക്കുന്നത്. ഒരു വരമ്പ് കണ്ടോ, അത് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആ ഒരു കറുത്ത വരമ്പ്, അത് നിങ്ങളുടെ നെഗറ്റിവിറ്റി ആയിട്ട് നോക്കുക. രണ്ടുപേരും നല്ല പ്യുവറായിട്ട് വെള്ള ഡ്രസ്സിലിട്ടിരിക്കുന്നു. പക്ഷേ ആ ഇടയ്ക്കുള്ള ആ നെഗറ്റിവിറ്റി, ഒരു ബ്ലാക്ക് കളറ്, ഒരു ബ്ലാക്ക് വര, ആ വരയാണ് നിങ്ങളിൽ നിന്ന് രണ്ടുപേരെയും അകറ്റി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതും കൂടി വെള്ളയാക്കാൻ ശ്രമിക്കുക. എന്നും പറഞ്ഞ് വെള്ള പെയിൻറ്റ് വാങ്ങിച്ചടിക്കാനല്ല. നിങ്ങളുടെ സോള് എപ്പോഴും നിങ്ങളിത് ചിന്തിക്കണം. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം നിങ്ങളുടെ പേഴ്സൺ അറിയും. നിങ്ങൾക്ക് ഈ ടെലിപ്പതി എന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാമോ? പലവർക്കും അതിനെക്കുറിച്ച് അറിയത്തില്ലായിരിക്കും. നമ്മൾ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ സംസാരിച്ചിരുന്ന ഫോൺ വഴിയൊന്നും ആയിരുന്നില്ല. ഈ മുനിമാരും അവരും ഒക്കെ സംസാരിക്കുന്നത് ടെലിപ്പതിയായിരുന്നു. ഓക്കെ, മൈൻഡ് ഇവിടെ നിന്ന് ചിന്തിച്ച് ആ ഒരു ചിന്താശക്തി എവിടെയെങ്കിലും ഇരുന്ന് ഹിമാലയത്തിൽ ഇരിക്കുന്ന മുനിമാർക്ക് പോകുന്ന മെസ്സേജുകളൊക്കെ അവർക്ക് അങ്ങനെയായിരുന്നു അയച്ചിരുന്നത്. ഓക്കെ, അതിനുള്ള പവറും അവർക്കുണ്ടായിരുന്നു. ഇന്ന് 24 മണിക്കൂറും ഫോണിലിരിക്കുന്ന നമുക്ക് ആ പവറൊന്നുമില്ല, എങ്കിലും നമുക്കും ഉണ്ട് ഒരു സോള്. ഓക്കെ, ആ സോളിങ്ങനെ കറങ്ങി ചുറ്റി നടക്കും. അപ്പം നിങ്ങളിപ്പം നല്ല കാര്യം, നിങ്ങളിരുന്ന് നിങ്ങളുടെ പേഴ്സണെ പറ്റി കുറ്റം പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ കേൾക്കുന്നില്ല എന്നുള്ള ചിന്തയായിരിക്കും നിങ്ങൾക്ക്. പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ ഇത് കേൾക്കും. സോള് ചിലപ്പം പുള്ളിയെ പറ്റി പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ പുള്ളിക്കാരിയെ പറ്റി പറയുന്ന സമയത്ത് അത് പ്രസൻ്റ് ആയിരിക്കും എപ്പോഴും. ഓക്കെ, അപ്പം നിങ്ങളിലേക്ക് അടുക്കാൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സുണ്ടായിരുന്നാലും ശരി തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് മനസ്സുണ്ടായാലും ശരി തന്നെ, സോള് പറയും നീ പോവല്ലേ, നിന്നെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ രണ്ട് മനസ്സാവും, പോണോ പോണ്ടേ, ആ ഒരു രണ്ട് മനസ്സ് വരുന്നത് സോള് പറയുന്നത് കൊണ്ടാണ്. സോള് നോ പറയുമ്പോഴത്തേക്ക് പോകാൻ തോന്നത്തില്ല. ബോഡി പറയും എന്നാന്ന് പോവാം, ഹൃദയം പറയും ഒന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ പോയാലോ. സോള് പറയും വേണ്ട പോണ്ട, നിന്നെപ്പറ്റി ഇത്രയും അനാവശ്യങ്ങളാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് മൈൻഡ് അവിടെ വരും. അപ്പം നിങ്ങളുടെ പേഴ്സൺ ആ രണ്ട് മൈൻഡ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പേഴ്സണെ കുറിച്ച് നെഗറ്റീവ് പറയാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ചിന്തയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെന്തായാലും ഒരു രാജകുമാരിയെ പോലെ, ഒരു ടെമ്പറൻസിനെ പോലെ പവർഫുള്ളായിട്ടുണ്ട്. സ്പിരിച്വലായിട്ട് നിങ്ങൾ ഏറ്റവും നല്ല ഉയരത്തിലോട്ട് പോയിട്ടുണ്ട്. പോസിറ്റിവിറ്റി ആയിട്ടുണ്ട്. നിങ്ങളൊരു രാജകുമാരി ആയിക്കഴിഞ്ഞു. നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അത് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാം. ഒരു ലവ് ചിഹ്നത്തിൻ്റെ ഇതിലോട്ട് ആ ഒരു സുന്ദരി കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ സുന്ദരൻ കിടന്നാലും ഓക്കെയാണ് കേട്ടോ. ഇതിപ്പോൾ കേൾക്കുന്ന സുന്ദരനായാലും അവരും അവിടെ കിടക്കുന്നതിലും ഓക്കെയാണ്. കാരണം നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് നമ്മുടെ മണിയറയിലൊക്കെ ഇങ്ങനെ പൂക്കളുടെ മധ്യത്തൊക്കെ വെയിറ്റ് ചെയ്ത് കിടക്കത്തില്ലേ, അതുപോലെ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു ഫീലിങ്സാണ് നിങ്ങൾക്ക് ഈ ഒരു എപ്പോഴും ഈ ഫുൾ മൂണിലാണ് പിടിച്ചിരിക്കുന്നത്, ഈ ന്യൂ മൂണിൽ നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ഈ ഒരു ഫീലിങ്സ് ഉള്ള ആൾക്കാരായിട്ട് നിങ്ങൾക്ക് ന്യൂ മൂണിൽ അനുഭവപ്പെടും. എല്ലാവർക്കും അല്ല, റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി കേട്ടോ, അല്ലാത്തവരതൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്യുക. ഏസ് ഓഫ് പെൻഡിക്കിൾ, നിങ്ങളെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നും, നിങ്ങളുടെ ഒരു കോളിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു എന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കോളിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു ഫീലിങ്സായിട്ട് ചില വ്യൂസുകൾ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒന്ന് വന്നെങ്കിൽ എന്നാഗ്രഹിച്ച് പലപ്പോഴും വീട്ടിൻ്റെ മുറ്റത്ത് അങ്ങനെ ഒരു വണ്ടി സൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഓടിച്ചെന്ന് നോക്കും. അത് നിങ്ങളുടെ പേഴ്സൺ ആണോ എന്ന് പോലും നിങ്ങൾ നോക്കാറുണ്ട്. ഓക്കെ, അതിന് യൂണിവേഴ്സ് എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ പേഴ്സൺ എന്നെ വിളിക്കാൻ വന്നോ എന്നുള്ള രീതിയിൽ പോലും ഓടിപ്പോയി നിങ്ങൾ വീട്ടിലൊരു കോളിംഗ് ബെല്ല് വന്നാൽ തന്നെ നിങ്ങൾ ഓടിപ്പോയി നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പേഴ്സണാണ് വരുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓടിപ്പോയി നോക്കാറുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള എനർജിയിലുള്ള വ്യൂസും ഉണ്ട്. അതിൻ്റെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 2 ഓഫ് കപ്പാണ്. നിറഞ്ഞൊഴുകുന്ന സ്നേഹമാണ് രണ്ടുപേർക്കും അൺകണ്ടീഷണലായിട്ടുള്ള ലവാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഗിവ് ആൻഡ് ടേക്ക്, അതുപോലെ ഭയങ്കര സന്തോഷം, നിറഞ്ഞൊഴുകുന്ന സന്തോഷമാണ്. നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി ഭൂമി പോലും ഒരു പച്ച നിറത്തിൽ നിങ്ങൾക്ക് ഇത് സമാധാനം, സന്തോഷവും ഗ്രോത്തും ഒക്കെ അതിൽ പ്രദാനം ചെയ്യുന്നു. ഓക്കെ, ഒരു പ്രകൃതിയുടെ ഒരു സൗന്ദര്യം കൂടി നിങ്ങളുടെ ആ പ്രണയത്തിന് മുന്നിൽ നിൽക്കുന്നത് കണ്ടോ.
ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം എനിക്ക് തോന്നുന്നു മിക്കവർക്കും ഇത് റീഡിങ് മനസ്സിലാവുന്നില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വിഷമമോ കാര്യങ്ങളോ എൻ്റെ റീഡിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. യൂണിവേഴ്സ് മദറിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കൂടെ എപ്പോഴും ഇരിക്കട്ടെ. ഈ ന്യൂ മൂണ് നിങ്ങൾക്കൊരു അത്ഭുതമായി തന്നെ ഇരിക്കട്ടെ. എല്ലാവർക്കും ആ ഒരു പോസിറ്റിവിറ്റി സ്വീകരിച്ചതിന് ശേഷം എനിക്ക് കമൻറ്റിൽ ഇതെല്ലാം പോസിറ്റീവായി എനിക്ക് കിട്ടി, എൻ്റെ പേഴ്സൺ വന്നു, എൻ്റെ പേഴ്സൺ എന്നെ വിളിച്ചു, എനിക്ക് മെസ്സേജ് അയച്ചു എന്നുള്ള പോസിറ്റീവ് മെസ്സേജ് കാണുവാൻ എത്രയും പെട്ടെന്ന് വന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.